ഹൗ മച്ച് ഡസ് പൈലറ്റ് ട്രെയിനിങ് കോസ്റ്റ്? കഴിഞ്ഞ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കൂടാതെ പല അക്കാഡമീസും 30 lakhs മതി പൈലറ്റ് ആവാനെന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പഠിച്ചിറങ്ങുമ്പോഴേക്കും നമുക്ക് 1 കോടിയോളം വരുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 100 കണക്കിന് വേറെയും. പൈലറ്റ് ആവാൻ 30 ലക്ഷം മതിയോ? ഹായ്, ദിസ് ഇസ് ബീഗം ആൻഡ് വെൽക്കം ബാക്ക് ടു ദ എപ്പിസോഡ് 5 ഓഫ് ദ 5 ഫീറ്റ് പൈലറ്റ് സീരീസ്. എൻ്റെ അടുത്ത് എക്സ്പെൻസ് ചോദിച്ചു വരുന്നവർക്കൊക്കെ ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷേ അവർ തിരിച്ചു ചോദിക്കാറ് എനിക്ക് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതാണ്. ദ ട്രൂത്ത് ഈസ് ഐ കാൻ ടെൽ മൈ എക്സാക്ട് കോസ്റ്റ് അണ്ടിൽ ഐ ഫിനിഷ് മൈ ട്രെയിനിങ്. ഈവൻ ഇഫ് ഐ ഗീവ് യു ആൻ എസ്റ്റിമേറ്റ് നൗ, അതിൽ നിന്നും എക്സ്പെൻസ് കൂടാനല്ലാതെ ഒരിക്കലും കുറയാൻ വേണ്ടി പോകുന്നില്ല. അതായത് എനിക്ക് വരുന്ന മെസ്സേജസിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. പല അക്കാഡമീസും 30 lakhs 40 lakhs മതി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ എക്സ്പെൻസ് നമുക്ക് വരുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു അക്കാഡമി ആണെങ്കിലും CPL വരെയുള്ള കോസ്റ്റ് ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഫ്ലൈറ്റ് ട്രെയിനിങ് എബ്രോഡ് ചെയ്യുവാണെങ്കിൽ വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ ഇതൊക്കെ പോട്ടെ, തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ കൺവേർഷൻ, അതേപോലെ ടൈപ്പ് റൈറ്റിംഗ്, ഇങ്ങനെ കുറെ അഡീഷണൽ എക്സ്പെൻസസ് നമുക്ക് വേറെ വരുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞൊരു ദിവസം USA ഒരു സ്റ്റുഡന്റ് പൈലറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് PPL കഴിഞ്ഞപ്പോൾ തന്നെ 80 ലക്ഷത്തോളം ആയി. USA ആണ്, എക്സ്പെൻസീവ് ആണ്. എന്നാലും ആൾ CPL കഴിയുമ്പോഴേക്കും എത്ര കോസ്റ്റ് ആവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരും എപ്പിസോഡ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഒരൊറ്റ വീഡിയോയിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ പണം പോട്ടെ, പ്രതാപം വരട്ടെ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അതുവരേക്കും ദിസ് ഇസ് ഇറ്റ്സ് മൈ വിക്സ് സൈനിങ് ഓഫ്. താങ്ക് യു.